സോ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഏകൽ ലേണിംഗ്. നിങ്ങൾ സ്വന്തം ഏക്കയാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പോവാണേ. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കണ്ടാൽ നിങ്ങൾക്ക് ഫിസിക്സിൽ ഉറപ്പാണ് A+. ഒരു സംശയം വേണ്ട. നമുക്ക് 7 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഈ 7 ചാപ്റ്റേഴ്സിലും 140 മുകളിൽ കൺസെപ്റ്റ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, ഈ 140 കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ച ആൾക്കാർ തന്നെയാണ്. എന്നിരുന്നാലും ഇനി ഞാൻ പറയാൻ പോകുന്ന ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഫിസിക്സിൽ A+ ഉറപ്പിക്കാൻ സാധിക്കും. ഞാൻ 1 by 1 ആയിട്ട് പറയാം. ആദ്യ ചാപ്റ്റർ ഏതാണ്? നമ്മുടെ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ്. ഈ ചാപ്റ്ററിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവയാണ്. എൻ്റെ പ്രിഡിക്ഷൻ ഒന്ന് കൂട്ടിക്കും. ഓക്കെ, എന്നിരുന്നാലും ഒരു വിഷയമല്ല, ഈ കാര്യങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. ഒന്നാമത് 2 ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻ ഒന്നിങ്ങനെയാണ്, V = W/Q എന്നൊരു ഇക്വേഷൻ ഉണ്ട്. W = QV എന്ന ശരിക്കും ഇക്വേഷൻ. അതിൽ നിന്നും പൊട്ടൻഷ്യൽ വ്യതിയാനം കാണുന്ന ഇക്വേഷൻസ് ആണ് ഇത്. അതേപോലെ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ I = Q/T. ഈ 2 ഇക്വേഷനും മസ്റ്റ് ആയിട്ട് പഠിക്കണം. പിന്നെ ഏതാണ്? ജൂൾസ് ലോ. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജൂൾസ് ലോ അതിൻ്റെ പ്രോബ്ലംസ് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. റെസിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം മസ്റ്റാണ്. സർക്യൂട്ട് ഡയഗ്രാം ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ആ സർക്യൂട്ട് ഡയഗ്രാം വെച്ച് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അവിടെ നിന്ന് കറണ്ട് കാണാനും വോൾട്ടേജ് കാണാനൊക്കെയുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഫ്യൂസ്, അതേപോലെ നിക്രോം കോയിൽ, പിന്നെ ആരാണ്? ടങ്സ്റ്റൺ ഫിലമെന്റ്. ഇവരുടെ ക്യാരക്ടേഴ്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കൂടാതെ നിങ്ങൾ പഠിച്ചു വെക്കുക ദ മീനിങ് ഓഫ് ഇൻകാൻഡസെന്റ്. അതേപോലെ ഇൻകാൻഡസെന്റ് ലാമ്പിൽ നമ്മൾ എന്തിനാണ് നൈട്രജൻ നിറയ്ക്കുന്നത്? ഇതും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. പിന്നെ പഠിക്കേണ്ടത് അഡ്വാൻറ്റേജ് ഓഫ് CFL. അഡ്വാൻറ്റേജ് ഓഫ് CFL എന്തായിരിക്കും? ഉറപ്പായിട്ടും ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഡിസ്ചാർജ് ലാംപ്സ് ആയിരിക്കും അല്ലേ? സോ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് കിട്ടും. കൂടാതെ പവറിൻ്റെ ഒരു പ്രോബ്ലവും ഇതിനുണ്ടായിരിക്കും. ഓക്കെ, പവറിൻ്റെ 3 ഇക്വേഷൻ പഠിക്കുന്നതിൻ്റെ കൂടെ ഒരു ഇക്വേഷൻ പഠിച്ചേക്കണം. ഈ ഇക്വേഷനാണ് പവർ = H/T എന്നുള്ള ഇക്വേഷനും പവർ = Energy/T എന്നുള്ള ഇക്വേഷനും കൃത്യമായിട്ട് പഠിച്ചാൽ 1ാം ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 7 കൺസെപ്റ്റ്സോ പഠിക്കാനുള്ളൂ. സെറ്റാണ്? ക്ലിയർ ആണ്? ഓക്കെ, ഇനി 2nd ചാപ്റ്ററിലേക്ക് പോവാണ് നമ്മൾ. മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഇവിടെ നിങ്ങൾ 4 കൺസെപ്റ്റ്സ് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഒന്ന് ഇതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റും ബാർ മാഗ്നറ്റും തമ്മിലുള്ള എന്താ പറയുക, സിമിലാരിറ്റീസും ഡിഫറൻസും ഒരു ബോക്സിൽ പഠിക്കുന്ന കാര്യമുണ്ട്. അത് മസ്റ്റ് ആണ്. കൂടാതെ ഈ ഒരു പ്രോബ്ലം, ഈ ഒരു സർക്യൂട്ട് പ്രോബ്ലം, ഇതിൻ്റെ ഈ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് നീഡിൽ കൃത്യമായിട്ട് ചോദിക്കും. ഇത്തവണ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. കൂടാതെ നിങ്ങൾ എന്ത് പഠിക്കണം? ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ മസ്റ്റായിട്ടും അതിൻ്റെ മൂവ്മെൻറ്റ് ഓഫ് ദ കണ്ടക്ടർ കാണാനുള്ള കാര്യങ്ങൾ മസ്റ്റാണ് പഠിക്കണം. കൂടാതെ നിങ്ങൾ പഠിക്കേണ്ടത് ഏതൊക്കെയാണ്? മോട്ടോർ പ്രിൻസിപ്പിൾ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. ക്ലിയർ? കൂടാതെ നിങ്ങൾ ലൗഡ് സ്പീക്കറും പഠിച്ചു വെക്കുക. ഈ 4-5 കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഈ ചാപ്റ്ററിൽ നിന്നും ലഭിക്കാവുന്ന ഫുൾ മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഓക്കെ ആണല്ലോ? നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. ഏതാണ് അടുത്ത ചാപ്റ്റർ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമുക്ക് ഇത്തവണ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ടോപ്പിക്കും ചാപ്റ്ററും ഏത് തന്നെയാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഈ പേര് നിങ്ങൾ മറക്കരുത്. വൈദ്യുത കാന്തിക പ്രേരണ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പഠിക്കാതെ എക്സാമിന് പോവരുത്. ഇവിടെ നിങ്ങൾക്ക് മിക്കവാറും തരുന്ന കാര്യമുണ്ട്. ഒരു മാഗ്നറ്റും കോയിലും തരുന്നു. അതിൽ ഗാൽവനോമീറ്ററിന്റെ ഡയറക്ഷൻ കാണിക്കുന്ന ആ ഒരു പ്രോബ്ലം ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പ്രോബ്ലം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ജനറേറ്റർ പഠിക്കണം. ഓക്കെ, അതേപോലെ അതിൻ്റെ ഗ്രാഫ് പഠിക്കണം. AC, DC, അതേപോലെ ബാറ്ററി. ഈ ഗ്രാഫ് മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ മ്യൂച്വൽ ഇൻഡക്ഷനിൽ ട്രാൻസ്ഫോമറും അതിൻ്റെ പ്രോബ്ലവും അതിൻ്റെ പിക്ചറും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അവിടെ തന്നെ ഇങ്ങനൊരു ചോദ്യം ഉണ്ടാവാറുണ്ട്, VS/VP > 1 എന്നൊക്കെയുള്ള പ്രോബ്ലം ഉണ്ടാവുന്നുണ്ട്. ഇത് ഏത് ട്രാൻസ്ഫോമർ എന്ന് ചോദിക്കും. അറിയാലോ കണ്ടുപിടിക്കാൻ. കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഏതാണ്? സെൽഫ് ഇൻഡക്ഷൻ പഠിക്കണം. അതിൽ തന്നെ ഇൻഡക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മൈക്രോഫോണിൻ്റെ ആ ഒരു ഘടനയും അതേപോലെ ഫിഗേഴ്സും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഫേസും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഫേസും ന്യൂട്രലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതേപോലെ ന്യൂട്രലും എർത്തും ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന ഭാഗം കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഏതൊക്കെയാണ് ഞാൻ പറയുന്നത്? പിന്നെ MCP, പിന്നെ ELCP,
ELCB എന്താ എഴുതിയത്? ELCB. ഇത്തരം കാര്യങ്ങൾ ഉറപ്പാണ് ചോദിക്കാൻ ചാൻസ് വളരെയധികം കൂടുതലാണ് കേട്ടോ. പിന്നെ നിങ്ങൾ പഠിക്കുക ഇലക്ട്രിക് ഷോക്ക്. ഒരു ആൾക്ക് ഇലക്ട്രിക് ഷോക്ക് ഏറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക? ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന വൈദ്യുതി, വീട്ടിലെ വിടുന്ന വൈദ്യുതി, അതേപോലെ പവർ സ്റ്റേഷൻ എത്ര വൈദ്യുതി ഉണ്ടാക്കുക, 11 kV ആണ്. അത്തരം കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട ഈ ട്രാൻസ്ഫോമർ ഇവിടെ വെക്കണം അല്ലേ, വിതരണ ട്രാൻസ്ഫോമർ, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമേഷൻ എവിടെയാണ് എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അത്തരം ചോദ്യങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട് നമ്മുടെ കയ്യിൽ, 6 CFL, അതേപോലെ തന്നെ 10 ഫാന്, ഇതിൻ്റെ പവർ തന്നിട്ടുണ്ടായിരിക്കും. ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ, അതും ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കാം. സോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലുള്ള ഈ 8 കൺസെപ്റ്റ് കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ മുഴുവൻ മാർക്കും ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട. ഇനി അടുത്ത ചാപ്റ്റർ ഏതാണ്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അല്ലേ? എന്തൊന്നും മാറാത്തെ? യെസ്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഈ ചാപ്റ്റർ നിങ്ങൾ വെറും 3 കൺസെപ്റ്റ് പഠിക്കാനുള്ളൂ. ഏതറിയാവോ? ഒന്ന് N is equal to, ഇപ്പോൾ ഇവരെ കാണിച്ചേ പോവല്ലേ, എങ്ങോട്ടും പോവല്ലേ, സ്ലൈഡ് ജസ്റ്റ് ഇതായതാണ്. N is equal to 360/θ അല്ലേ? ഏത് ഈ ഇക്വേഷൻ? N is equal to 360/θ - 1. ഇവിടെ ഒന്നെങ്കിൽ N കാണാൻ അല്ലെങ്കിൽ തീറ്റ കാണാൻ, രണ്ടും ചോദിക്കാറുണ്ട്. പിന്നെ ഇമേജ് ഫോർമേഷൻ ഓഫ് മിറേഴ്സ്, കോൺകേവ് ആൻഡ് കോൺവെക്സിന്റെ ഇമേജ് ഫോർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇതിന്റെ ഫോക്കസ് ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ചോദിക്കുക? മിറർ ഫോർമുല ഉപയോഗപ്പെടുത്തിയുള്ള ഒരു പ്രോബ്ലം മസ്റ്റ് ആണ്. 3 കാര്യങ്ങൾ പഠിച്ചാൽ ഈ ചാപ്റ്ററിന് ഫുൾ മാർക്കാണ്. ഇനി അടുത്ത ഏതാണ്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. മോഡൽ എക്സാമിന് 1ാം ചാപ്റ്ററിന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ 3ാം ചാപ്റ്ററിന്റെ കൂടെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ച ചാപ്റ്റർ ആണ്. അതേ നമ്പർ ഓഫ് മാർക്ക് ഉണ്ടായിരുന്നു, 12 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചു അല്ലേ? ഇവിടെ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് പ്രധാനമായിട്ടും എന്താ? റിഫ്രാക്ഷൻ പഠിക്കണം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പഠിക്കണം, അതിൻ്റെ പ്രോബ്ലംസ് പഠിക്കണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആ പ്രോബ്ലം പഠിക്കാതെ എങ്ങോട്ടെങ്കിലും പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ? പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഇതില്ലേ, നമ്മുടെ ഗ്ലാസ് ലാബ് വെച്ചിട്ട് ഈ ഒരു സർക്യൂട്ട്, ഈ റേ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്ന പരിപാടിയുണ്ട്. അതൊന്ന് നോക്കി വെച്ചാൽ മതി. ഗ്ലാസ് ലാബിൻ്റെ റേ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ പ്രിസത്തിൻ്റെ ഒരു റേ ഡയഗ്രാം ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇത് ഇങ്ങനെയാണ് വരിക. സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾ ഡിസ്പേഷൻ പഠിക്കുക. ടോട്ടൽ ഡിസ്പേഷൻ അല്ല, അതിലേക്ക് പോയിട്ടില്ല. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം, അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ, അതായത് പൂർണ്ണാന്തര പ്രതിപതനത്തിൻ്റെ ഒരു യൂസ് ഇല്ലേ, രണ്ട് യൂസ് അല്ലേ ഉള്ളത്, ഏത് ആരോഗ്യരംഗവും അതേപോലെ തന്നെ വാർത്താവിനിമയ രംഗവും. അതൊന്ന് പഠിച്ചേക്കുക. അതിൽ തന്നെ OFC കേബിളിൻ്റെ ഉപയോഗം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് പഠിക്കാതെ എങ്ങോട്ടെങ്കിലും പോകണ്ട കേട്ടോ. പിന്നെ ഏതാണ്? പിന്നെ ലെൻസ് പഠിക്കുക, അതിൻ്റെ പ്രോപ്പർട്ടീസും ഇമേജ് ഫോർമേഷനും പ്രോബ്ലംസും കഴിഞ്ഞു. ഈ ചാപ്റ്റർ നമ്മൾ വെറും 4 കൺസെപ്റ്റ് പഠിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 10 മാർക്കോളം ഉറപ്പാണ്. ഇനി നമുക്ക് 6ാം ചാപ്റ്റർ ഏതാണ്? വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമുക്ക് 4 കൺസെപ്റ്റ് പഠിച്ചാൽ മതി, വെറും 4 കൺസെപ്റ്റ് കേട്ടോ. ഏതൊക്കെയാണ്? ഒന്ന് ഡിഫക്ട്സ് ഓഫ് വിഷൻ, മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, അതേപോലെ തന്നെ പ്ലസ് ബയോപ്പിയ. ഇത് പഠിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ഈ ചിത്രങ്ങളൊക്കെ അല്ലേ, ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ അല്ലേ, ഇതിലേക്ക് ലൈറ്റ് റേ പോകുന്നു, ലൈറ്റ് റേ പോകുന്ന സമയം ഇവിടെ ഉണ്ടാവുന്നു, അപ്പോൾ ഇത് ഏതാണ് എന്നൊക്കെ ചോദിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡിസ്പേർഷൻ പഠിച്ചു വെക്കാം. റീകോമ്പിനേഷൻ ഓഫ് ലൈറ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ സ്കാറ്ററിങ്ങുമായി ബന്ധപ്പെട്ട് 4 കാര്യങ്ങൾ പഠിക്കണം. സ്കാറ്ററിങ്ങിലാണ് ഏതൊക്കെ വരുന്നത്? ബ്ലൂ കളർ ഓഫ് സ്കൈ, ബ്ലൂ കളർ ഓഫ് ഓഷ്യൻ, റെഡ് കളർ ഓഫ് സൺ ഡ്യൂറിങ് സൺറൈസ് ആൻഡ് സൺസെറ്റ്. പിന്നെ നിങ്ങൾ അവസാനം പഠിക്കുന്ന ടിൻഡൽ എഫക്റ്റ്, ടിൻഡൽ പ്രഭാവം. ഈ 4 കാര്യം പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്ററിലെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും, ഒരു സംശയവും വേണ്ട. പിന്നെ ഏതാണ്? 4ാം ചാപ്റ്ററായ എനർജി മാനേജ്മെന്റ് ആണ്. ഇവിടെ എണ്ണി പറഞ്ഞുതരാം, നിങ്ങൾ എല്ലാം ഒന്നും പഠിക്കണ്ട, 5 മാർക്കോളം ഇവിടുന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഫ്യൂവൽ എന്താണെന്ന് പഠിക്കണം. ഫ്യൂവൽ 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? പിന്നെ ഫോസിൽ ഫ്യൂവൽസ് ഏതൊക്കെയാണുള്ളത്? പെട്രോളിയം, കോള്, നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിവാതകം. ഇത് വരുന്നുണ്ട്. വീഡിയോ കഴിയാൻ പോകണം, ഇനിയിപ്പോൾ ഇത് മാറ്റിയെടുക്കൊന്നും വേണ്ടല്ലോ. ഇങ്ങനെ
വരുന്നുണ്ട്, കുഴപ്പമില്ല. സോ അത് പഠിച്ചു വെക്കുക. കോളിന്റെ കമ്പോണൻസ് CNG LNG LPG മെയിൻ കമ്പോണൻസ്. കോളിനെ 2 രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാർബണിന്റെ പെർസെൻസ് നമ്മൾ പിന്നെ 4 പേര് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അംശുക അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, അങ്ങനെ 4 ഉണ്ടാക്കുന്നുണ്ട്. അതും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ പഠിക്കേണ്ടത് ബ്ലെവി അല്ലേ, ആ ഒരു ബ്ലെവിന്റെ ഫുൾ ഫോം LPG സാധനമാണ്. LPGന്റെ ഈഥൈൽ മെർക്യാപ്റ്റൻ അല്ലേ, മണം കിട്ടാൻ വേണ്ടി ചേർക്കുന്ന ആ കാര്യം പഠിച്ചു വെക്കാം. എത്ര പെർസെൻറ്റേജ് ആണ് ഇതിന് എക്സ്പാൻഷൻ കപ്പാസിറ്റി? 250% ആണ്, അത് പഠിച്ചു വെക്കാം. പിന്നെ കലോറിഫിക് വാല്യൂ പഠിക്കണം. ഹൈഡ്രജൻ ഏറ്റവും കൂടുതലുള്ളത്. ഹൈഡ്രജൻ പഠിക്കുന്ന കൂടെ ഒരു കാര്യം കൂടി പഠിച്ചു വെക്കാം, ഹൈഡ്രജൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, കൂടാതെ ഈ സംഭവം അല്ലേ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ല്, അത് പഠിക്കണം. കൂടാതെ നിങ്ങൾ പഠിക്കേണ്ടത് ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അതും പഠിക്കണം. പിന്നെ ഓട്ടക് പ്ലാന്റ്, ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ, അത് പഠിക്കാം. ഹോട്ട്സ്പോട്ട് എന്നത് പഠിക്കാം. പിന്നെ നിങ്ങൾ അവസാനം പഠിക്കേണ്ട 2 കാര്യങ്ങൾ, ഗ്രീൻ എനർജി ആൻഡ് ബ്രൗൺ എനർജി. ഓക്കെ, അതിൽ തന്നെ നിങ്ങൾ പഠിക്കുന്ന കാര്യമാണ് എന്ത്, പിന്നെ ക്ലീൻ എനർജി. അതും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ എന്താണ് ഗ്രീൻ തന്നെയാണ് ക്ലീൻ എന്ന് പറഞ്ഞാൽ അത് ഓക്കെ ആണല്ലോ. പിന്നെ അവസാനം നിങ്ങൾ പഠിക്കേണ്ടത് ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും. അതിൽ നമ്മുടെ ഇക്വേഷൻ E=mc², C എന്തിനെ സൂചിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ തന്നെ പഠിച്ചാൽ മതി. ഇത്രയും കാര്യം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് 40 ഔട്ട് ഓഫ് 40 ആണ് മക്കളെ, ഒരു സംശയവും വേണ്ട. ഇതിൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞൊരു കാര്യങ്ങളാണ്. സോ ഉൾക്കൊള്ളുക, നന്നായിട്ട് പഠിക്കുക. ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ ഏകൻ്റെ ലൈവ് ക്ലാസ്സിൽ മസ്റ്റായിട്ട് കാണുക. ഇന്ന് കൃത്യം 7:30 ഞാനും ശ്രീമത് സാറും വരുന്നുണ്ട്. നമ്മുടെ പിന്നെ ന്യൂമറിക്കൽസ് വരെ വരുന്നത്, എല്ലാ ന്യൂമറിക്കൽസും ഉണ്ട്. സോ കൃത്യമായിട്ട് കൂടെ നിൽക്കുക. ഫുൾ സപ്പോർട്ടുമായിട്ട് ഏകൻ നിങ്ങളെ കൂടെയുണ്ട്. സോ സീ യു നെക്സ്റ്റ് സെഷൻ. വൈകുന്നേരം കാണണം, വൈകുന്നേരം 7:30. ബൈ.